എന്താ കുറച്ച് ജീരകവും വെളുത്തുള്ളികളും ഞാൻ അമ്മിയിൽ വെച്ചിട്ടുണ്ട്. ഇതെന്തിനാ അറിയാം, അന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ബാക്കി വന്ന ചോറ് കൊണ്ട് ഉണ്ടാക്കുന്നൊരു കൊണ്ടാട്ടം പോലെ. ഇത് ഞാൻ മിക്സിയിൽ അടിച്ചിട്ട് ഇതിൽ എന്താ ബാക്കി വന്ന ചോറ് ഇതിൽ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ച് കൊണ്ടുവന്നേ. മിക്സിയിൽ നിന്നാകുമ്പോൾ അത് വെള്ളം ചേർക്കാണ്ട് കുറച്ച് അരയാൻ വിഷമമല്ല. ഇനിയിപ്പോൾ നമ്മൾ അമ്മിയെല്ലാം വൃത്തിയാക്കി വെച്ചോണ്ട് ഇതെല്ലാം ഒന്ന് അരച്ചിട്ട് ഇത് കോരിയിട്ട് ഞാൻ അരച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്കിപ്പം വീഡിയോയെടുത്തോണ്ട് അരക്കാൻ പറ്റൂലല്ലോ, ഞാൻ അരച്ചിട്ടാകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. വെളുത്തുള്ളിയും ജീരകവും ഞാൻ അങ്ങോട്ട് അരച്ചിട്ടുണ്ട്. ഇത് അരക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഉറച്ചിട്ടായാലും വേഗം ഉണങ്ങി കിട്ടുമല്ലോ വെള്ളം ചേർക്കാണ്ടാകുമ്പോൾ. ഇതൊന്ന് അരച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഉണ്ടല്ലേ, എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. കണ്ടല്ലേ, ഇതിനൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് കാണിച്ചു തരാം. എല്ലാം അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കൈക്കിങ്ങനെ കുറച്ച് വെള്ളം തൊട്ടാൽ പറ്റൂല, എണ്ണ ആക്കിയാൽ മതി. എണ്ണ ഇപ്പോൾ ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ടാകുമ്പം ഒരു കാറൂറലുണ്ടാവും. എണ്ണയാകുമ്പോൾ പച്ചവെള്ളം തൊട്ടിട്ട് ഇങ്ങനെ ആക്കിയാൽ മതിയേ, കൈക്കൊട്ടി ഒട്ടൂല. അപ്പോൾ ഞാനൊരു കൊട്ട കവറ് കഴുകി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇതിലേക്ക് വാരിയിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. കൈക്കൊന്നും ആവാണ്ട് പെട്ടെന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയാണേ. നന്നായിട്ട് ഞാൻ കൊട്ടയിൽ വാരിയിട്ടിട്ട് ഒന്ന് മുറുക്കി അകയിൽ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിനൊരു ചെറിയൊരു ഓട്ടയാക്കി കൊടുത്താൽ മതി. ഇത് നമുക്കിങ്ങനെ ഞെക്കി പിടിച്ചാൽ നമുക്ക് ഓരോരോ ഉണ്ടയാക്കിയിട്ട് അതിലിടാം. ചെറിയ ചെറിയ നമുക്ക് ഏതാകൃതിയിൽ വേണമെങ്കിലും ആക്കാം. ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ അരിക്കൊണ്ടാട്ടം. കണ്ടില്ലേ, എണ്ണയൊന്നും അധികം വേണ്ട, ഇട്ടപാട് പൊരിഞ്ഞങ്ങ് വരും. ഒരു ഉറപ്പില്ലാത്ത ഉണ്ടല്ലോ, ഇതാണ് അരിക്കൊണ്ടാട്ടം. ഇതിങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഇതിലും ആക്കാം. ഇങ്ങനെ തന്നെ ആക്കണമെന്നൊന്നുമില്ല. ഇനി പരത്താൻ പറ്റുമ്പോൾ പരത്തിയിട്ട് എങ്ങനെ വേണമെങ്കിലും ആക്കാം. നമുക്ക് കളയാതെ ബാക്കി വന്ന ഒരു പിടി ചോറുണ്ടെങ്കിൽ അത് കളയാതെ നമുക്ക് ചോറിനപ്പുറം പപ്പടെല്ലാം വാങ്ങുന്നത് ഇതൊന്നും മായമൊന്നും ഇല്ലാത്തതല്ലേ, നമ്മളെ ചോറല്ലേ. അതിൽ എന്ന് വേണമെങ്കിലും ഇടാം. നമുക്ക് എരിവിന് വേണ്ടുന്നതും എല്ലാ മസാലയെല്ലാം വേണമെങ്കിലും ഇടാം അതിൽ. അങ്ങനെ എന്തെന്നാൽ പാത്രത്തിൻ്റെ മൂടി, അലുമിനിയത്തിൻ്റെ മൂടി ഇതിലാണ് ആക്കുന്നത്. ഇതാകുമ്പോൾ എണ്ണയൊന്നും പുരട്ടുന്നില്ല. എണ്ണ പുരട്ടിയാൽ ഇതുപോലെ കാറൂറലുണ്ടാവുമല്ലോ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ മുകളിലാക്കിയിട്ട് വെയിലത്ത് കൊണ്ടുവയ്ക്കാം. നല്ല വെയിലല്ലേ ഇപ്പോൾ. ഒക്കെ ഫോൺ പിടിച്ചുകൊണ്ട് ഇതാക്കാനും പറ്റുന്നില്ല. അതാ കണ്ടില്ലേ, ഇത് ഷേപ്പില്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല കേട്ടോ. അതെ ഇതുപോലെ ആക്കിയിട്ട് ഒട്ടിപ്പിടിക്കുന്നില്ല. അതൊക്കെ നമുക്ക് എടുത്തിട്ട് വേണമെങ്കിൽ ഷേപ്പ് കൈ കൊണ്ട് ഷേപ്പാക്കിയിട്ട് വെക്കാം. കണ്ടില്ലേ, അങ്ങനെ ഓരോരോ ഇതിനൊക്കെ ആവുന്നില്ല. ഇത് കാഞ്ചാരം എടുത്തിട്ട് ഷേപ്പാക്കില്ല, ഒട്ടുന്നില്ല. അങ്ങനെ ഇതാ കണ്ടില്ലേ, ഇതുപോലെ ആക്കിയിട്ട് അങ്ങനെ വെക്കാം. കുറച്ചാക്കിയിട്ട് കാണിക്കാം കേട്ടോ. ഒരു കൈ കൊണ്ട് ഫോൺ പിടിച്ചിട്ട് എനിക്കാവുന്നില്ല. എന്താ കൊട്ടയിൽ നിന്ന് കൈക്ക് ഒട്ടിപ്പിടിക്കുന്നില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ ഉണ്ടാക്കി വെക്കാനേ. നിനക്കിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നു തോന്നിയാൽ കൊട്ട എടുത്തിട്ട് അങ്ങനെ ആക്കിയാൽ മതിയേ. നല്ല കൈ വെള്ളത്തിൽ മുക്കിയിട്ടാകുമ്പോൾ ഉണ്ടല്ലോ, വെള്ളത്തിൽ മുക്കണം കൈ. അങ്ങനെ ആക്കിയാൽ മതി. ഇല്ല ഉറച്ചരച്ചാൽ കൈ കൊട്ടിപ്പിടിക്കില്ല. ഇല്ല ഇത് പൊട്ടുന്നൊന്നുമില്ല. അതാ കണ്ടില്ലേ, നമ്മളെ നല്ലതാ ഉണ്ടാക്കി കഴിഞ്ഞു. മൊത്തം എന്ന് മേലെ വാർപ്പിൻ്റെ മേലെ കൊണ്ടുവച്ചിട്ട് വരാം. അവിടെ വെയിലാലും നല്ല വെയിലാന്ന് കൊണ്ടുവച്ചിട്ട് വരാം കേട്ടോ. ഉണങ്ങിയിട്ടാകുമ്പോൾ ഞാനിത് കാണിച്ചു തരാം. നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് 4 മണി ചായക്കല്ല് ഇതെല്ലാം വറുത്ത കുഞ്ഞൊക്കെ കൊടുക്കാം. നല്ല പലഹാരമാണിത്. ചോറും ബാക്കിയുണ്ടെങ്കിലൊന്നും കളയേ വേണ്ട. ഞാനിത് മേലെ കൊണ്ടിട്ടിട്ട് വരാം കേട്ടോ.